ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫാണ്. ന്യൂ ഇയർ ഡേ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ റുട്ടീൻ പോലെ ഞാൻ ഫസ്റ്റ് എത്തത് ഐ ഡു ഇറ്റ് 5:30 ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഒരു ബൂസ്റ്റ്, പിന്നെ ഈ ഒരു സുബഹ നിസ്കരിച്ചിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഒരു ഉറക്കം, അത് നിർബന്ധം. പിന്നെ ഞാൻ എൻ്റെ മദർ ഹോമാണ്. അപ്പോൾ അറിയിക്കാനും എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക്. പിന്നെ ഞാൻ നേരെ സ്കിൻ കെയറിന് കുളിച്ചു. സ്കിൻ കെയർ ഈ കുളിച്ച പാടെ ഈ ഒരു സ്കിൻ കെയർ എനിക്ക് നല്ല നിർബന്ധമാണ്. അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഫാദേഴ്സ് ഹോമിൽ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നാളെ ന്യൂ ഇയർ ഇന്നാണ് ന്യൂ ഇയർ. അപ്പോൾ നാളെ ഞാൻ നാളെ ശരിക്കും പറഞ്ഞാൽ ഹൗവ വരും. പിന്നെ മറ്റന്നാൾ അവിടെ ഹൗവൻ്റെ ഫാദർ വരും. അബ്രോഡിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ പിന്നെ എനിക്ക് നാളെ പോകണം. സത്യം പറഞ്ഞാൽ ചിലപ്പം ഞാൻ നാളെ പോകും, ചിലപ്പം ഇന്ന് പോകും. അപ്പോൾ അങ്ങനെയാണ്. സോ ഗായ്സ്, എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ മുടി കെട്ടുകയാണ്. എൻ്റെ മുടി കെട്ടി കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ എൻ്റെ ഒരു ഈവനിങ് റൂട്ടീന്, ഈ ഒരു സ്കൂൾ അടച്ച സമയത്തുള്ള ഈവനിങ് റൂട്ടീന് കണ്ടവർക്ക് അറിയാം. ഹാദിയ എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൻസർ എഴുതാണ്ട്. അപ്പോൾ ഞാൻ ആൻസർ എഴുതുകയാണ്. കുറേ എഴുതാനുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ല, ആ ഒരു ആൻസർ കുറച്ചുള്ളൂ. പക്ഷെ എനിക്ക് പൊതുവേ ഈ ഒരു കുറച്ച് ആൻസർ ശരിക്കും പറഞ്ഞാൽ അതിന് റിപ്ലൈ വെറും നോ എന്ന് പറയാനേ ഉള്ളൂ. പക്ഷെ ഞാൻ വലിച്ച് നീട്ടി കുറേ കാര്യങ്ങളൊക്കെ എഴുതി. എനിക്കിപ്പോൾ എന്താണെങ്കിലും അത് കുഞ്ഞ് പേജിലാവണമെന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്ക് വലിച്ച് നീട്ടി എഴുതുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വലിച്ച് നീട്ടി എഴുതുന്നതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ എടുത്തത്. അല്ലെങ്കിൽ എനിക്കൊരു മിനിറ്റെങ്കിലും വേണ്ട, അല്ലെങ്കിൽ കുറച്ച് ഒരു മിനിറ്റോ വേണമെന്നില്ല. നോ എന്ന് എഴുതാൻ ഇപ്പോൾ എല്ലാവർക്കും ഒരു മിനിറ്റ് വേണമെന്നില്ല. അപ്പോൾ അത്രക്കും ഇതാണ്. ഞാൻ ആ പേപ്പറിൻ്റെ അടിയിൽ വരെ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇതിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഡെക്കറേഷനായി എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു ഈ ഒരു പഠിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വെക്കേഷനിൽ ബുക്ക് തൊട്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ. അപ്പോൾ ഞാൻ ബുക്ക് തൊട്ട് എന്നുള്ള പേരിൽ എന്തൊക്കെയോ ഒന്ന് പിന്നെ ചായ കുടിച്ചു. പിന്നെ കുറച്ച് സിനിമ. ഈ ഒരു സിനിമ നല്ല രസമുണ്ടായിരുന്നു. ഹൊറർ സിനിമയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഹൊറർ സിനിമ ഒക്കെ കാണുന്നത്, എന്നിട്ട് രാത്രി പേടിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്ത് കിടക്കാനല്ലേ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കിടക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. പെട്ടെന്ന് എൻ്റെ കസിൻസ് എല്ലാവരും കൂടി സർപ്രൈസായി വന്നതാണ്. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഞാൻ പോയി. അവരെല്ലാവരും കൂടി ഒരു പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡേ തന്നെ പാർട്ടി ഉള്ളത്. പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫോൺ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോഴാണ്. സോ നോട്ടിഫിക്കേഷൻ വേറൊന്നുമില്ല, ഞാൻ കുറച്ച് ചാനൽസ് ഈ ഒരു അങ്ങനത്തെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കടലിക്കളോട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടല്ലേ. ഗായ്സ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. എനിക്കിപ്പോൾ ഇത് അവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ പൈസ എവിടുന്നെങ്കിലൊക്കെ ഒപ്പിക്കും, എന്നിട്ട് അവിടെ പോകും. എന്നിട്ട് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങും. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം. നിങ്ങൾക്ക് അതിൻ്റെ മുമ്പ് നീ കട കാണിച്ചു തരാം കേട്ടോ. നോക്കിയാൽ കാണാം. ഈ ഒരു ഷീറ്റ് ഇട്ട് കണ്ട, ഇതാണ് ഈ ഒരു ഷീറ്റിട്ട കട. ഈ ഒരു കട ഇതവിടെ ഒന്നും കണ്ട, ഇത് കോഫി കടയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ കണ്ടതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. പോയി വന്നപ്പോൾ ലേസ് പൊട്ടിക്കാനേ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൽ ടാപ്പൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇതാക്കിയാണ്. ലാസ്റ്റ് എൻ്റെ പല്ല് സഹായിച്ചു ഗൈസ്. ആൻഡ് അത് തിന്നാണ്. എൻ്റെ വായ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവരെങ്കിലും ചിരി വരും. സ്പീഡാക്കി ആട്ടാ, ഒന്നും തോന്നില്ല. പിന്നെ ഒരു സ്കൈ വാച്ചിങ്, എനിക്ക് ഈ ഒരു സ്കൈ വാച്ചിങ് രാവിലെ ചെയ്യാനുള്ളതാണ്. ഞാൻ രാവിലെ ചെയ്തിട്ടില്ല. വേറെ ഒന്നുമില്ല, മടിയായിട്ട് ആ ഒരു ഉറക്കം ഉറങ്ങിയതാണ് മൊത്തം പോയത്.
ആ ഒരു ടൈമിൽ സ്കൈ വാച്ചിങ് അതുപോലെ തന്നെ യോഗ ഒക്കെ ചെയ്യാണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കസിൻസ് വന്ന് എന്ന് പറഞ്ഞില്ലേ, സോ ദിസ് ഈസ് നോട്ട് മൈ ഫോൺ, ആപ്പപ്പാസ് ഫോൺ. ഇതിൻ്റെ ആപ്പപ്പാൻ്റെ ഫോണാണ്. പിന്നെ നേരെ ഞാൻ കസിൻ്റെ ഒപ്പം പോയപ്പോൾ തന്നെ ഒരു മഗ്‌രിബായിട്ടുണ്ടായിരുന്നു. ഇതാ മഗ്‌രിബിൽ വീഡിയോ എടുത്തപ്പോൾ ഇത്ര ക്ലിയാരിറ്റി ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ടാബിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഓർമ്മ ഉണ്ടാവൂലേ, ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ റെഡി ആവുമായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഷോപ്പിങ്ങൊക്കെ ചെയ്ത് അവസാനം പാർട്ടി ഒരു എത്ര മണിക്കാണെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പാർട്ടി തുടങ്ങിയിട്ടുള്ളത്. ഐസ്ക്രീം തിന്നതാണ്. പിന്നെ അതൊക്കെ ഒരു അടിക്ക് ഞങ്ങൾ തെച്ചു കഴിഞ്ഞു. ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള 9 മണിക്കാണ്. പരിപാടി അവസാനിച്ചിട്ടുള്ളതൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാൻസ് നിങ്ങൾക്ക് കാണാം. വേറെ എന്തെങ്കിലും കാണാം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോസൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണുന്നുണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം ട്യൂഷൻ കൂടൊക്കെ കണ്ടു. പാർട്ടി വീണ്ടും ഒരു DJ ഒക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞു രാത്രിയായി. അപ്പത്തുള്ള ബൈ ബൈ.